നമസ്കാരം. വാവിട്ട അവകാശവാദങ്ങളുടെ കാലം അവസാനിക്കുന്നു. പാകിസ്ഥാന് എത്ര തിരിച്ചടി കിട്ടിയാലും ഒന്നും ഉണ്ടായില്ലെന്ന സ്ഥിരം പല്ലവിയിൽ നിന്ന് വ്യത്യസ്തമായി മുട്ടുകുത്തി പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക ശക്തി നൽകിയത് കനത്ത പ്രഹരം തന്നെയാണെന്ന്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ പാക് വിമാനത്താവളങ്ങളുടെ കണക്ക് പുറത്തുവിടുന്നത് ഗത്യന്തരമില്ലാതെയാണ്. ഭീകരവാദത്തിന് പിന്തുണ നൽകി വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് കശ്മീരിന്റെ രക്തം പുരണ്ട താഴ്വരകൾ മുതൽ പഹൽഗാം പോലെ ധാർഷ്ട്യമുള്ള ആക്രമണങ്ങൾ വരെ പാകിസ്ഥാന്റെ ഭീരുത്വത്തിന് അതിരില്ല. പക്ഷേ ഒരു കാര്യം ലോകത്തിന് മുന്നിൽ ഇനി വ്യക്തമാണ്: ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ യുദ്ധമല്ല, തീവ്രവാദത്തിനെതിരായ പോരാട്ടമാണ്. അത് അംഗീകരിച്ച് പൊള്ളയായ അവകാശവാദങ്ങൾ മുഴക്കാതെ മിണ്ടാതിരിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതമാകുന്നു. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. പാകിസ്ഥാൻ അവസാന തോൽവി സംബന്ധിച്ച് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയിൽ പാഠം പഠിച്ചിരിക്കുകയാണോ, അതോ ഭീകരവാദത്തിന് ഇപ്പോഴും കുടപിടിച്ച് പ്രതികാരം ആസൂത്രണം ചെയ്യുകയാണോ? ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ആണവ ഭീഷണിയെ വെച്ചു പൊറുപ്പിക്കില്ലെന്നും ഭീകരതയും സംഭാഷണങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? രാജ്യം ജാഗ്രത കൈവിടാത്തത് ഒരിക്കലും തിരുത്താതെ പതിയിരിക്കുന്ന അപകടകാരിയായ അയൽക്കാരനെ കരുതി തന്നെയാണോ? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा, तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. हिंदुस्तान ने अपने बैलिस्टिक मिसाइल्स अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. നമുക്കൊപ്പം സ്പെഷ്യൽ ഡിബേറ്റിൽ പാനലിസ്റ്റിൽ ചേരുന്നു പ്രതിരോധ വിദഗ്ധൻ കേണൽ ഡിന്നി, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ഷാബു പ്രസാദ്, വിദേശകാര്യ നിരീക്ഷകനായിട്ടുള്ള എം ഷിനാസ്. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ കേണൽ ഡിന്നി, ഇതുവരെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടി കിട്ടിയെന്ന് ഉള്ള ആ സമ്മതം തന്നെയാണ്. അത് ഇതുവരെ പാകിസ്ഥാൻ തുടർന്നു പോന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമുള്ള ഒരു കാര്യമാണ്. ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഇന്ത്യ നൽകിയ വലിയ തിരിച്ചടിയെക്കുറിച്ച് അക്കമിട്ട് പറയുന്നത് അതൊരു തെറ്റുതിരുത്തലാണോ, അതോ ഒരു പക്ഷേ ഇനിയും തിരിച്ചടിക്കാനുള്ള തക്കം പാർത്തുകൊണ്ട് അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കലാണോ? ഏത് തരത്തിൽ വേണം കാണാൻ? എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ആവാൻ സാധ്യതയില്ല. കാരണം അവരൊരു തെറ്റ് തിരുത്തൽ എന്നുള്ളൊരു നയം പാകിസ്ഥാനില്ല എന്ന് നമ്മൾ ഫസ്റ്റ് കാണും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അതായത് അവരിപ്പം ഉടനെ ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണോ എന്നും നമുക്ക് കരുതാൻ ആവില്ല. എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ ഒരു കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അവരുടെ രാജ്യത്ത് ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയിൽ ഭാരതം അവരെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവർ വളരെ ധീരമായിട്ടെല്ലാം അതിനെ സ്റ്റോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് തിരിച്ചടിച്ചു എന്നുള്ളൊരു നരേറ്റീവാണ് അവർ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഷഹീദ് അഫ്രീദിയെ പോലുള്ള ക്രിക്കറ്റേഴ്സൊക്കെ എനിക്ക് ഈ കൊടിയൊക്കെ പിടിച്ചോണ്ട് ഫ്ലാഗിലൊക്കെ പോയി അങ്ങോട്ട് ബൈക്കിലൊക്കെ പോകുന്നുണ്ട്. എന്തിനാണെന്ന് നമുക്ക് ആർക്കും മനസ്സിലായില്ല. പക്ഷെ അതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതേപോലെ തന്നെ ഒരു കഥയാണ് അല്ലെങ്കിൽ നരേറ്റീവാണ് അവർ പുറം രാജ്യങ്ങളിലും പറയുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ സ്പീച്ച് ഷഹബാസ് ഷെരീഫിന്റെ അതിന്റെ ഒരു ഭാഗത്ത് അവര് അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ് ആക്ച്വലി. അതായത് 2 മണിക്ക് എന്നെ രാത്രി എന്നെ ചീഫ് വിളിച്ച് സംസാരിച്ചു, റാവൽപിണ്ടി ഉൾപ്പെടെ മറ്റ് ബേസിലൊക്കെ തകർത്തു, എന്നിട്ട് പിന്നീട് പറയുന്നത് നമ്മൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അപ്പം 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അവർക്ക് എപ്പോഴും എത്ര തിരിച്ചടി കിട്ടിയാലും അവർ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇപ്പോഴും അവരുടെ പാഠപുസ്തകങ്ങൾ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന 1971 വലിയൊരു വിജയം വരിച്ച ഒരു രാജ്യമായിട്ടാണ് അവർ പറയുന്നത്. 1965 വലിയ വിജയം വന്നു, 99 കാർഗിൽ യുദ്ധം നടന്നിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കഥകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറും അവർ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അവരെന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് കാണേണ്ടുള്ളത് പാകിസ്ഥാൻ ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഡെഫിനറ്റ്ലി നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഡിറ്ററൻസ്, അതായത് തടയൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, പാകിസ്ഥാൻ സൈന്യം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരിങ്ങനത്തെ കാര്യത്തിലൊന്നും പെട്ടെന്ന് അതിൽ നിന്നുള്ള ഒരു മാറ്റം വരാൻ സാധ്യത കുറവാണ്. താൽക്കാലികമായിട്ട് അവർക്കൊരു
ഒരു തിരിച്ചടി കിട്ടി എന്നുള്ള രീതിയിൽ അവർ കുറച്ച് ചിലപ്പം നിൽക്കും. കാരണം അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഭാരതം സൈന്യവും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള കാപ്പബിലിറ്റി ഡിഫറൻസ് ധാരാളമുണ്ട് ഇപ്പോൾ. അപ്പൊ വീണ്ടും ഇതേപോലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നയം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് ആണ്. അത് പറഞ്ഞതിന് കാരണം തന്നെ ഇതാണ്. അതായത് നിങ്ങൾ ഇനി എന്തെങ്കിലും ഇപ്പൊ ഉടനെ ചെയ്യാനുള്ള പ്ലാൻ ഇടുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ നമ്മൾ തിരിച്ചടി കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പാകിസ്ഥാൻ കുറച്ച് നാളത്തേക്കെങ്കിലും കുറച്ച് ഈ ഒരു കാര്യത്തിലേക്ക് മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ അവർ ഇപ്പോഴേ പ്ലാനിങ് തുടങ്ങിക്കാണും, എങ്ങനെയാണ് ഇനി ഭാരതത്തിന് എവിടെ ഒരു തിരിച്ചടി കൊടുക്കാം. കാരണം ഇത് അവർക്ക് നന്നായിട്ട് അറിയാം, അവർക്കൊരു തിരിച്ചടി കിട്ടിയെന്ന്. അപ്പം ഭാരതവുമായിട്ട് കൺവെൻഷണൽ കാപ്പബിലിറ്റിയിൽ ഒരു പാരിറ്റി കൊണ്ടുവരിക, അതായത് ഒരു താരതമ്യേന വരുമ്പോൾ ഈക്വൽ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും. അതിനു വേണ്ടിയുള്ള ഈ ഒരു കാൽക്കുലേഷൻ ഭാരതത്തിനുള്ളിലവർക്കും അറിയാം. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആണ് ഓപ്പറേഷനിൽ, ഇതൊരു കോമ മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഡിപ്പെൻഡിങ് അപ്പോൺ പാകിസ്ഥാന്റെ ഏത് നിലപാടാണ് അവർ എടുക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ വീണ്ടും ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതിശയം തോന്നണ്ടെന്നാണ്. അതായത് ശ്രീ കേണൽ ഡിന്നി, ആണവ യുദ്ധ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഏഷ്യയിൽ വിലയിരുത്തപ്പെടുന്നു. അത്തരത്തിലുള്ള മാധ്യമ വാർത്തകൾ, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾക്കകത്തും ആ തരത്തിൽ ആണവ ഭീഷണി ഉയർത്തുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ മടിക്കുകയില്ല, ആ ഭീഷണി ഇവിടെ വേണ്ട എന്ന് പറയുന്നതിനടുത്തും താങ്കൾ ഈ പറഞ്ഞ ആ ഒരു കോമയാണോ? ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഏത് തരത്തിൽ വേണമെങ്കിലും ആകാം എന്നുകൂടിയാണോ? ഇപ്പോൾ ഈ നൂർഖാൻ എയർ സ്ട്രൈക്കിന്റെ കാര്യത്തിനകത്തും ഈ ഒരു ന്യൂക്ലിയർ ആണവായുധ ശേഖരത്തിന് ചോർച്ചയുണ്ടായെന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തുവിടാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് എസ്കലേറ്റ് ചെയ്യുക, ഈ ഒരു ഭയം, ആ ഒരു പൾസ് കൂടി നിലനിൽക്കുന്നുണ്ടോ അന്തരീക്ഷത്തിൽ? മാം, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ കാരണം നമ്മൾ ബാക്ക് ഫുട്ടിലായിരുന്നു എപ്പോഴും. അതായത് ഇപ്പം പാർലമെന്റ് അറ്റാക്ക് നടന്നു, ഉടനെ അവർ ന്യൂക്ലിയർ വെപ്പണിനെ കുറിച്ച് പറഞ്ഞു, 1-2 മിസൈലുകൾ ഫയർ ചെയ്യും, ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള രീതിയിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യും. എന്തിന്? ഇപ്പൊ പെഹൽഗാം നടന്നിട്ട് പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് അവരുടെ ഒരു മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് തന്നു, ഞങ്ങൾ ന്യൂക്ലിയർ പവർ ആണ് എന്നുള്ള രീതി. അത് കഴിഞ്ഞിട്ട് അതായത് മെയ് മാസത്തിൽ തന്നെ 2 മിസൈൽ ടെസ്റ്റ് ചെയ്തു, ജസ്റ്റ് ടു ഷോ ദാറ്റ് നമ്മളെ ഇതുണ്ടെന്ന്. പക്ഷെ ഭാരതം ഇപ്പോഴെന്താണ് ചെയ്തത്? ഭാരതം ചെയ്തത് ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഉണ്ടായിട്ട് പോലും കൺവെൻഷണൽ എന്നുള്ള, അതായത് സാധാരണ രീതിയിലുള്ള ഒരു യുദ്ധത്തിന്റെ ആ ലെവലിൽ വരാതെ തന്നെ നമ്മൾ അവരെ സ്ട്രൈക്ക് ചെയ്തു. അവരുടെ മെയിൻലാൻഡ് പാകിസ്ഥാൻ പഞ്ചാബ് പ്രൊവിൻസിൽ സ്ട്രൈക്ക് ചെയ്തു. അതിലൂടെ നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നിങ്ങൾ ഇനി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കും. പണ്ട് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കാൻ മടിക്കുമായിരുന്നു. അതാണ് മുംബൈ അറ്റാക്കിൽ നടന്നത്. അതാണ് പലപ്പോഴും മുമ്പ് പിന്നീടൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് മടിക്കുന്നത് കാരണം. പക്ഷെ ആ മടി എനിക്ക് തോന്നുന്നു ഇപ്പം മാറി. അപ്പൊ അത് പാകിസ്ഥാനും അറിയാം. ഇത്രയും നാള് ആ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് നടന്ന ഒരു കാര്യം ഇനി ഇല്ല എന്ന്, ന്യൂക്ലിയറിലേക്ക് പോകാതെ തന്നെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് എന്ന് തെളിയിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതായത് ന്യൂക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ മടിച്ച്. ഇപ്പൊ അത് മാറിയോണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോമ എന്നുള്ള കാര്യം പറഞ്ഞത്. ധാരാളം ഓപ്ഷൻസ്, ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. ധാരാളം ഓപ്ഷൻസ് ന്യൂക്ലിയറിലൊന്നും പോവാതെ തന്നെ, ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ ഭാരതത്തിന്റെ ഉണ്ട്. ആ ഓപ്ഷൻസ് ഭാരതം ആവശ്യം വരെയാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും അറിയാം. പക്ഷെ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഒരു നേച്ചർ ഉണ്ട്, അവരൊരു യുക്തിയുടെ രീതിയിലല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മടിക്കത്തില്ല. അതിനു വേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് പറയാനുള്ള മെയിൻ കാരണം. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുത്തു, അതിൽ ഒരു തർക്കവുമില്ല. നമ്മളിനി ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾക്കും മിണ്ടാതിരിക്കുന്ന ഒരു നിലപാടായിരിക്കുകയില്ല എന്ന് രാജ്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ പുറത്തുവിടുന്ന സന്ദേശം മറ്റൊരു തരത്തിലാണ് എന്നുള്ളത് നേരത്തെ ശ്രീ കേണൽ ഡിന്നി പറഞ്ഞതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് പോലും ആഘോഷിക്കുന്നത് പാകിസ്ഥാന്റെ വിക്ടറി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ്. ഇന്ത്യയുടെ മാധ്യമങ്ങൾ വലിയ ഹൈപ്പ് കൊടുത്തു, ഇതിൽ കിട്ടിയ വിജയം എന്ന തരത്തിലൊക്കെ വരുന്നു. പാകിസ്ഥാൻ പുറത്തേക്ക് കൊടുക്കുന്ന ചിത്രം
അതാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ വായിൽ നിന്ന് വന്നുപോയ ഒരു കാര്യമാണ്, അറിയാതെ സമ്മതിച്ചു പോയ ഒരു കാര്യമാണ് നൂർഖാൻ വിമാനത്താവളത്തിൽ ഇന്ത്യ തിരിച്ചടി കൊടുത്തു എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ ഈ അവകാശവാദം മുഴക്കുന്ന പാകിസ്ഥാൻ തിരുത്താൻ തയ്യാറാകുമോ? അവർ ഭീകരവാദത്തിന് പിന്മാറുമോ? ഒരു പക്ഷേ ഒരല്പം കഴിഞ്ഞ ശേഷം ഈ വന്നിരിക്കുന്ന നാണക്കേടിന് ഒരു പ്രതികാരം നടത്താൻ തുനികില്ലേ പാകിസ്ഥാൻ? ഇതൊക്കെ ഇന്ത്യ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവുമോ ഇപ്പോൾ? നോക്കൂ അപർണ, പാകിസ്ഥാന് ഈ ഇന്ത്യ വിരുദ്ധ വികാരമില്ലാതെ അവർക്ക് ജീവിക്കാനാവില്ല. സത്യത്തിൽ അവരുടെ ജീവവായുവാണത്. അതില്ലെങ്കിൽ അവർ കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും പാകിസ്ഥാൻ്റെ എക്സിസ്റ്റൻസിനെ ന്യായീകരിക്കാൻ മറ്റൊന്നുമില്ല അവർക്ക്. അവരുടെ എന്താണ് ഒരു ദേശീയ പാരമ്പര്യമോ കൾച്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു പരാജയപ്പെട്ട രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ശത്രുവിനെ കാണിച്ച് ഭയപ്പെടുത്തി ജനങ്ങളെ പേടിച്ചും പേടിപ്പിച്ചും മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ വികാരം എന്നുള്ളത് അവരുടെ DNA-യിലുള്ള സാധനമാണ്. അത് മാറ്റാനൊന്നും ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. പിന്നെ മറ്റൊന്ന്, അവരിനി തല പൊക്കുമോ എന്നുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുറച്ച് നാളത്തേക്ക് തല പോയിട്ട് വാല് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. കാര്യം അവരുടെ ഈ ഭീകരവാദികളെ സഹായിക്കണമെങ്കിൽ, ഭീകരവാദത്തിനെ വളർത്തണമെങ്കിൽ 2-3 കാര്യങ്ങൾ ബേസിക്കായിട്ട് അത്യാവശ്യമാണല്ലോ. ഒന്ന്, പണം വേണം. ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്ന AK-47 ഗ്രനേഡും ബോംബും ഒക്കെ പുളിങ്കുരു കൊടുത്താൽ കിട്ടുന്ന സാധനം അല്ലല്ലോ. അത് പണം കൊടുത്ത് വാങ്ങുന്നതാണ്, ഏതെങ്കിലുമൊക്കെ സോഴ്സിൽ നിന്ന് വരുന്നതാണത്. അത് കാര്യം അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണം. പാകിസ്ഥാന് നേരത്തെ വലിയ തോതിൽ ഈ ശീതയുദ്ധകാലത്തും അത് കഴിഞ്ഞും ഈ അഫ്ഗാനിസ്ഥാനിലോ അമേരിക്ക യുദ്ധം നടക്കുമ്പോഴും ഒക്കെ ആ രീതിയിലുള്ള ഫണ്ടിങ് പാകിസ്ഥാന് കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്താണ് അവർ ഈ ഭീകരവാദത്തിനെ ഇങ്ങനെ തടിച്ചു കൊഴുപ്പിച്ച് മാക്സിമമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. അത് പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് അവരെ കൊണ്ട് ഈ രീതിയിലുള്ള ശല്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇനിയൊരു ഈ അവസ്ഥയിൽ നിന്നൊന്ന് കുറച്ചൊന്ന് മോചിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. അല്ലാതെ ഒരു പാഠം പഠിച്ചിട്ടൊന്നും ചെയ്യുമെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു പാഠവും അവർ പഠിച്ചിട്ടില്ല. അവരൊരിക്കലും ഒരു പാഠവും പഠിക്കാനും പോകുന്നില്ല. പിന്നെ ഇപ്പം ഷഹബാസ് ഷെരീഫ് ഇപ്പം ഈ പറഞ്ഞത് അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാര്യമുണ്ട്, അവരാ പറഞ്ഞിരിക്കുന്ന ഇപ്പം ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് കൂട്ടി വായിക്കുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരാ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക ലോകത്തിനോടാണ്. ഹിന്ദു ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളെ തളർത്തിയിരിക്കുന്നു, ഞങ്ങളുടെ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന ഒരു യാചനയുടെ ഒരു യാചനയാണ് സത്യത്തിൽ ഈ പറഞ്ഞ ഇന്നത്തെ ഇവരുടെ ഈ പ്രസ്താവനയിലുള്ളത്. ഇവിടുത്തെ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർത്തു, ഇസ്ലാമിക് ബോംബ് അപകടത്തിലാണ് ഈ രീതിയിൽ. അപ്പോൾ ഈ എന്ന പോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് സഹായം വരും എന്ന ഒരു കാര്യം അവർക്ക് ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ആവശ്യമുള്ള സമയം അതിനു വേണ്ടി ഇറക്കിയ ഒരു നമ്പർ ആയിരിക്കണം. അല്ലാതെ അങ്ങ് പറഞ്ഞു പോയി എന്നൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. എത്ര നെറേറ്റീവുകളാണ് ഒരേ സമയം അവർ ഇറക്കുന്നതെന്ന് നോക്കൂ. ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു നെറേറ്റീവ്, വിദേശ മാധ്യമങ്ങളിൽ മറ്റൊരു നെറേറ്റീവ്, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടി വേറൊരു നെറേറ്റീവ്, ഇന്ത്യക്കകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി മറ്റൊരു നെറേറ്റീവ്. ഇതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇപ്പം വിദേശ രാജ്യങ്ങളിൽ അവർ പറയുന്നത് പാകിസ്ഥാൻ വലിയ വിജയം നേടി, അവരുടെ ഇന്ത്യയുടെ റഫാല് ബോംബ് വെടിവെച്ച് വീഴ്ത്തി, ഡൽഹിയും നമ്മുടെ ഇവിടുത്തെ ആലത്താവളം അടക്കം ഞങ്ങൾ ആക്രമിച്ചു, ഇതൊക്കെ വിദേശ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. പക്ഷേ ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈ 21-ാം നൂറ്റാണ്ട് 25 വർഷം പിന്നിടുന്ന കാലത്താണ് നമ്മൾ ഈ നിൽക്കുന്നത്. എത്ര കാലം ആൾക്കാരെ ഇല്ലാത്തത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? കുറച്ച് കാലമല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പുറത്തു വന്നുകൊണ്ടേ, യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് കിട്ടിയ പണിയുടെ ആഴം ഇപ്പോഴും നമുക്കറിയാവുന്നതിനെക്കാട്ടിലൊക്കെ പല മടങ്ങായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പിന്നെ ഇവരുടെ ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കാര്യം, ഒരു കാര്യം ഞാൻ പറയാം, അവർക്ക് ആണവ ശേഖരമുണ്ട്, പക്ഷേ പ്രയോഗിക്കാൻ പറ്റിയ ഒരു ആണവായുധം അവർക്കുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല. നേരത്തെയും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ആണവ ശേഖരമുണ്ട്, പലയിടത്തു നിന്ന് കള്ളക്കടത്തിക്കൊണ്ടുവന്നതും അങ്ങനെ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതുമായ യുറേനിയവും പ്ലൂട്ടോണിയവും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനെ ഒരു ആയുധമാക്കി മാറ്റാൻ, ഒരു ബോംബാക്കി മാറ്റുക എന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ല. അതൊന്നും അങ്ങനെയുള്ള ടെക്നോളജിയൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും കള്ളക്കടത്തിക്കൊണ്ടും ഒളിച്ചു കടത്തിക്കൊണ്ടും പോക്കറ്റിലിട്ടുകൊണ്ടൊന്നും പോരാൻ പറ്റില്ല. അത് കോട്ടയം പുഷ്പനാഥിൻ്റെയൊക്കെ നോവലിലേ പറ്റുള്ളൂ. യാഥാർത്ഥ്യത്തിൽ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. ആണവ ശേഖരം അവർക്കുണ്ട്, ആണവ ശേഖരമുണ്ട്. ആ ആണവ ശേഖരത്തിന് പണി കിട്ടിയിട്ടുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അവർ ബോംബ് ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഇതുപോലെ യാതൊരു ലോക സമൂഹത്തിനോട് ഉത്തരവാദിത്വമില്ലാത്ത ഒരു തെമ്മാടി ഭീകര രാഷ്ട്രം പ്രയോഗിക്കാൻ പറ്റിയ ഒരു ബോംബ് ഉണ്ടായിരുന്നു എങ്കിൽ അവർ ഇതിനകം പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കും. അത് ചെയ്തിരും. വരും വരായികളെ പറ്റിയുള്ള ഒരു ചിന്തയവർക്ക്, അതൊക്കെ ഉള്ള വിവേകമതികൾക്കാണ് ഈ വരും വരായികളെ പറ്റിയുള്ള ചിന്തകൾ. നാളെ പറ്റിയുള്ള, നാളത്തെ ലോകത്ത് എന്ത് സംഭവിക്കും, ഞങ്ങളിപ്പോൾ ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചു ബോംബിടും, അത് പിന്നെ ഒരു ലോകയുദ്ധമായി വളരും, അത് വലിയ മാനവരാശിക്ക് വലിയ ഭീഷണിയാകും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള വിവേകം വേണ്ടേ? അത് ഈ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊന്നും അങ്ങനെയുള്ള വിവേകമൊന്നും അവന്റെ കയ്യിൽ പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇതിനകത്ത് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ചില മാറ്റങ്ങൾ നടക്കുന്നത് അസീം മുനീറുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ സേവിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ആ രാജ്യത്ത് ഉയരുന്ന സമയമാണ്. ആ തരത്തിൽ വലിയൊരു ജനപ്രീതി ആർമിക്ക്, മിലിറ്ററിക്ക് ആ രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, ഈ 99 കാർഗിൽ യുദ്ധത്തിന് ശേഷം പർവേസ് മുഷാറഫിന് ഉണ്ടായ തരത്തിലുള്ള ഒരു ജനപ്രീതി പിന്നീട് പട്ടാളം ഭരണം പിടിച്ചെടുത്തതുപോലെയുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായേക്കാം. ആ തരത്തിൽ ഒരുപക്ഷെ ആ ചരിത്രം റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില പൾസുകൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വിദേശ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ്. അതായത് അവിടെ സംഭവിക്കുന്നത്, ഞങ്ങൾ കൃത്യമായ ഒരു വഴിയിലൂടെ പോയി, ഞങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാം, അതിനൊപ്പമാണ് ജനങ്ങൾ എന്ന് പാകിസ്ഥാൻ പുറത്തേക്ക് ഒരു മെസ്സേജ് വിടുന്നു. അതായത് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി കിട്ടിയിട്ടില്ല, തിരിച്ചടി ആണല്ലോ ഞങ്ങൾ തിരുത്തുക എന്ന് ഒരു മെസ്സേജ് പാകിസ്ഥാൻ പുറത്തേക്ക് വിടുമ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരായിട്ടിരിക്കാൻ നിർബന്ധിതമാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, നമ്മൾ ഇനി കുറച്ചുകൂടെ ജാഗരൂകരാവേണ്ട അവസ്ഥയല്ല. നമ്മൾ ആ ജാഗരൂകത അറ്റ് ഇറ്റ് സ്പീക്കാണിപ്പോൾ. കാര്യം ഇവനെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാകിസ്ഥാനിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു തമാശയാണ് പാകിസ്ഥാനിലെ ജനാധിപത്യം എന്ന് പറയുന്നത്. അവിടുത്തെ ആർമി തീരുമാനിക്കും നീ എത്ര കാലം ഇവിടെ ഭരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരൊറ്റ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി അവിടെ നേരെ ചൊവ്വേ മരിച്ചിട്ടുണ്ടോ അപർണ? നേരെ ചൊവ്വേ ചത്ത ഒരൊറ്റ പ്രൈം മിനിസ്റ്റർ അവർക്കുണ്ടോ? ഒന്നുകിൽ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ രാജ്യത്തൊന്ന് ഓടിച്ചു, എവിടെങ്കിലുമൊക്കെ കിടന്ന് പുഴുവരിച്ച് ചത്തു. ഇങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചിട്ടുള്ളൂ അവിടുത്തെ ഭരണാധികാരികളുടെ എല്ലാ അവസ്ഥ. അങ്ങനെയുള്ളൊരു രാജ്യത്ത് എന്ത് വേണമെങ്കിലും, അങ്ങനെയുള്ളൊരു അയൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നേ, വലിയ പ്രശ്നമാണ് അങ്ങനെയുള്ള അയൽക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിൻ്റെ ആ വിജിലൻ്റോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്നുള്ള അവസ്ഥ. പിന്നെ അവൻ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് നടക്കില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്, അതിൻ്റെ അകത്ത് ഒരുപാട് മീനിങ് ഉണ്ട്. അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അവന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ അവനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യം തീരുമാനമായി കഴിഞ്ഞു. നമുക്കിതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് മാക്സിമം നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അവൻ്റെ എയർഫോഴ്സിൻ്റെ വ്യോമ പ്രതിരോധത്തിൻ്റെ നട്ടലൊടിച്ചു കഴിഞ്ഞു. അത് ഇനിയും ഒന്ന് പൊങ്ങി വരണമെങ്കിൽ എത്ര $1 ബില്യൺ എത്ര കാലവും എത്ര സമയവും വേണം എന്നുള്ളത് തന്നെ അവരുടെ മുമ്പിലൊരു വലിയ പ്രശ്നമാണത്. പാകിസ്ഥാനിലെ ഓരോ മുക്കും മൂലയും നമുക്ക് സുപരിചിതമാണ്. നീ എവിടെ എന്തൊക്കെ വെച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ ക്ലിയറായിട്ട് ഞങ്ങൾക്കറിയാം എന്ന ഒരു മെസ്സേജ് അവനെ സംബന്ധിച്ചോളം എത്ര ഭീകരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഏത് പാതിരാത്രിയിലും എവിടെയും ഏത് മൂലയ്ക്കും ഞങ്ങൾ കടന്നു വരും എന്ന് ഇന്ത്യ വളരെ ക്ലിയറായിട്ട് പറയുകയല്ല,
കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോക്കൂ, ഈ സത്യത്തിൽ ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകൾ ഓരോരുത്തരും ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര മിനിമം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, മിനിമം വാക്കുകൾ, അത് എത്രത്തോളം അളന്നു തൂക്കിയാണ് ഓരോ വാക്കുകളും പറയുന്നത്. പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ആ കൊടുത്തിരിക്കുന്ന നമ്മുടെ പ്രവർത്തികളിൽ കൂടെ വളരെ കൃത്യമായ മെസ്സേജ് അവർക്കും കൊടുത്തിട്ടുണ്ട്, ലോകത്തിനും കൊടുത്തിട്ടുണ്ട്. ലോകത്തിന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് അതാണ്, ഇന്ത്യയോട് കളിക്കരുത് എന്ന് തന്നെയാണ്. കാര്യം ഞങ്ങളുടെ ശക്തിയുടെ 1% പോലും ഇതുവരെ പുറത്തെടുത്തിട്ടില്ല. അത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് അത് എടുപ്പിക്കരുത്, ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് താല്പര്യമില്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിന് നിർബന്ധിതരാക്കരുത്. ഇങ്ങനെയുള്ളൊരു മെസ്സേജ് നമ്മുടെ വലിയ അയൽക്കാരന് വരെ കൊടുത്തു കഴിഞ്ഞു. ഇത് അവർക്കും കൂടെ ഇത് കിട്ടിക്കഴിഞ്ഞു. അവർക്കും മനസ്സിലാവുന്നില്ല ഇവൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അന്തം വിട്ടു നിൽക്കുന്ന ഒരു രാജ്യം ചൈനയാണ്, നമ്മുടെ വലിയ അയൽക്കാരൻ. ഇത് അങ്ങനെ ഒരുപാട് മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള റിസൾട്ടാണ് ഇതിനുണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഇവരുടെ ആ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകരാഷ്ട്രങ്ങളോടല്ല, അല്ലെങ്കിലല്ല ഇസ്ലാമിക രാജ്യങ്ങളോടും ലോക ഇസ്ലാമിക സമൂഹത്തോടുമാണ് ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്, നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയാതെ പറയുന്ന വസ്തുത എന്നാണ്. ഞാൻ തിരികെ ശ്രീ AM ഷിനാസ്, തുർക്കി ഇതിന്റെ പിറകിൽ ഒരു അദൃശ്യ ശക്തിയായി ഉണ്ടായിരുന്ന തുർക്കിയുടെ പങ്ക് വെളിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുകയായിരുന്നു എന്ന് പറഞ്ഞാലും കൈയയച്ച് ആയുധങ്ങൾ നൽകാൻ തുർക്കി ഉണ്ടായിരുന്നു, ചൈനയിൽ നിന്ന് ആയുധങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല. തുർക്കി, മലേഷ്യ, പാകിസ്ഥാൻ അങ്ങനെ ഒരു അച്ചുതണ്ട് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് തുർക്കി പിന്തുണ കൊടുത്തത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ വരികയും ചെയ്യുകയാണ്. ആ സമയത്താണ് പാകിസ്ഥാൻ തോറ്റു പിന്മാറിയതാണോ അതോ ഇനി ഒരു വലിയ തിരിച്ചടിക്ക് തക്കം പാർക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്? എങ്ങനെയാണ് ലോക രാഷ്ട്രങ്ങൾ അത് വിലയിരുത്തുന്നത്? താങ്കളുടെ ഓഡിയോ മ്യൂട്ടാണ് ശ്രീ AM ഷിനാസ്, അതൊന്ന് ദയവായി മാറ്റുക. കേൾക്കാമോ ശ്രീ AM ഷിനാസ്? ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. പാകിസ്ഥാൻ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി. പക്ഷെ പാകിസ്ഥാൻ ഏറ്റവും കനത്ത പ്രഹരമേറ്റത് മെയ് 9, 10 തീയതികളിലാണ്. 9 പുലർച്ചെ വരെ. അപ്പോൾ മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിലെയും പാക് പഞ്ചാബിലെയും 7 ഭീകരവാദ കേന്ദ്രങ്ങൾ, ഭീകര പരിശീലന, ഭീകര ലോഞ്ചിങ് പാഡുകൾ അതീവ കൃത്യതയോടെ അർദ്ധരാത്രി ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു. പിന്നീട് പാകിസ്ഥാൻ 10-300 ഡ്രോണുകൾ, ചില മിസൈലുകൾ ഒക്കെ വിട്ടപ്പോൾ അതിശക്തമായി മെയ് 9, മെയ് 10 തീയതികളിൽ നൂർഖാൻ എയർബേസ്, സർഗോദ എയർബേസ്, ഇതൊക്കെ വളരെ തന്ത്രപ്രധാനമായ എയർബേസുകളാണ്. കാരണം നൂർഖാൻ എയർബേസിന്റെ അടുത്താണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്താണ് ന്യൂക്ലിയർ ആയുധങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നത്. നേരത്തെ ഷാബു പ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പാകിസ്ഥാന്റെ കൈവശം ആണവായുധങ്ങളുണ്ട്, അത് വിക്ഷേപിക്കാനുള്ള മറ്റ് സാമഗ്രികളുമുണ്ട്. മിസൈലുകളായിട്ടും F-16 വിമാനത്തിൽ ആണവായുധങ്ങൾ വിക്ഷേപിക്കാം. 1974 ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ സുൽഫീഖർ അലി ഭൂട്ടോ പ്രഖ്യാപിച്ചത് ഞങ്ങൾ പുല്ലു തിന്നാണെങ്കിലും ആണവായുധം ഉണ്ടാക്കുമെന്നാണ്. അത് സിയാവുലക്കിന്റെ കാലമായപ്പോൾ തന്നെ പാകിസ്ഥാൻ, നോർത്ത് കൊറിയ, അങ്ങനെ പല രാജ്യങ്ങളുടെയും സഹായത്തോടെ ആണവായുധ നിർമ്മിതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചഗായ് കുന്നുകളിൽ 1998 ആണവ വിസ്ഫോടനം അവർ നടത്തുകയുണ്ടായി. നമ്മൾ നടത്തിയതിന് തൊട്ട് പിന്നാലെ. അപ്പൊ പാകിസ്ഥാന് അതില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ സൈനിക നേതൃത്വമോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വമോ ഇന്ത്യയിലെ റോയോ ആരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയല്ല എന്ന് ആദ്യം പറയട്ടെ.
അപ്പോൾ പാകിസ്ഥാൻ വാസ്തവത്തിൽ ഈ എസ്കലേഷൻ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വമ്പിച്ച എസ്കലേഷനിലേക്ക് പോയി. അങ്ങനെ പാകിസ്ഥാൻ തന്നെയാണ് ചിലപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുക, ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അങ്ങനെ പാകിസ്ഥാനിലെ മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇന്ത്യയുടെ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നത്. 3:30 വിളിക്കുന്നത്. അതിന് മുമ്പ് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ DGMO മറ്റൊരു മീറ്റിംഗിലായിരുന്നു. 3:30 വിളിച്ചു, 5 മണിക്ക് പ്രഖ്യാപിച്ചു, 6 മണിക്ക് പ്രഖ്യാപിച്ചു. അതിന് മുമ്പ് ഒരു 5:33 ട്രംപും പ്രഖ്യാപിച്ചു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക തലത്തിൽ വലിയ തോതിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത മട്ടിലുള്ള ഒരു കനത്ത പ്രഹരം ഇസ്ലാമാബാദിന് കിട്ടിയപ്പോൾ എന്റെ മറ്റൊരു സംശയം, അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പ്രതീക്ഷിച്ചത്ര മട്ടിൽ അനുകൂലമായ പ്രതികരണം ഉണ്ടായവെന്ന്. ഒന്നാമതായി, ഓപ്പറേഷൻ പഹൽഗാം കൂട്ടക്കൊലയെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, തുർക്കിയും അസർബൈജാനും പോലുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ച എല്ലാ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. അതേസമയം ഈ G20 ലോകത്തിലെ പ്രമുഖ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ G20 രാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയാൽ അവയിൽ റഷ്യയുണ്ട്. അവയിൽ ഒന്നുപോലും പാകിസ്ഥാൻ ഈ ഈ പഹൽഗാം കൂട്ടക്കൊലക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിയാണ് എന്ന് അറുത്തു മുറിച്ച് ക്ലിയർ കട്ടായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസമാണ്, ഭീകര പ്രവർത്തനമാണ് നടന്നത് എന്ന് ക്ലിയർ കട്ടായി പറഞ്ഞതേയില്ല. 2, ക്വാഡ് ഇന്ത്യ കൂടി അംഗമായ ഒരു സൈനിക സഖ്യമല്ലെങ്കിലും ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, അതിൽ ഇന്ത്യയെ മാറ്റി നിർത്തിയാൽ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, അവരും പറഞ്ഞില്ല പാകിസ്ഥാൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ബ്രൂട്ടൽ ആക്ട് എന്ന് പറഞ്ഞില്ല. അതേസമയം പഹൽഗാം കൂട്ടക്കൊല അതിഭീകരമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് അവരൊക്കെ പറയുകയും ചെയ്തു. മാത്രമല്ല, ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാന് IMF നൽകാൻ തീരുമാനിച്ചിരുന്ന $7 ബില്യൺ $1 ബില്യൺ സംതിങ് പാകിസ്ഥാന് കൊടുക്കാൻ ധാരണയായി. അത് അമേരിക്കയും ജപ്പാനും ഒന്നും സമ്മതിക്കാതെ പാകിസ്ഥാന് അത് നൽകില്ല. പിന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റീസ്, ഈ നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചു. പക്ഷെ അതിന് അന്താരാഷ്ട്ര ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോ അന്താരാഷ്ട്ര മാനങ്ങൾ വെച്ച് നോക്കിയാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ആ രീതിയിലുള്ള ഒരു പ്രതികരണമല്ല, ഇന്ത്യ പ്രതീക്ഷിച്ച പ്രതികരണമല്ല കിട്ടിയത് എന്ന് കാണാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 2001 ലോക വ്യാപാര സംഘടനയും പെന്റഗണും ഒക്കെ ഈ അൽഖയ്ദ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ 2001 സെപ്റ്റംബറിൽ അമേരിക്ക ഭീകരതക്കെതിരെ ആഗോള യുദ്ധം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ഭീകരതയാണ്, എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെ നേരിടാൻ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയോടൊപ്പം നിൽക്കണം. അമേരിക്കയോടൊപ്പം നിൽക്കാത്തവർ അൽഖയ്ദയുടെ ഭീകരവാദികളോടൊപ്പമാണ് എന്ന് ജോർജ് W. ബുഷ് ഒക്കെ പറഞ്ഞു. അത് ആറി തണുത്തു പോയിരിക്കുന്നു. ഇപ്പോ ഭീകരതക്കെതിരെയുള്ള ആഗോള യുദ്ധമില്ല. മൈ ടെററിസ്റ്റ്, യുവർ ടെററിസ്റ്റ്, എന്റെ ഭീകരവാദി നിങ്ങളുടെ ഭീകരവാദി എന്ന മട്ടിലായിരിക്കുന്നു. അതായത് പറഞ്ഞു വരുന്നത്, ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്ന ഭീകരവാദത്തിന്റെ ഇരയാണ്. ആ ഭീകരവാദത്തെ ഇന്ത്യ തന്നെ നേരിടുന്നു. ലോകരാജ്യങ്ങൾ ഭീകരവാദത്തെ നേരിടാൻ സഹായിക്കില്ല, പിന്തുണക്കില്ല എന്നാണ് 2001 സെപ്റ്റംബറിന് ശേഷം ഏതാണ്ട് 24 കൊല്ലം കഴിഞ്ഞപ്പോൾ ലോകത്ത് തെളിഞ്ഞു വരുന്ന ചിത്രം. ആരും ഉണ്ടാവില്ല കൂടെ. നമ്മൾ നേരിടുന്ന ഇന്ത്യ നേരിടുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയിടണം, അല്ലെങ്കിൽ ചെറുക്കണം. അതിന് കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരു തിക്ത യാഥാർത്ഥ്യം കൂടി ഇന്ത്യൻ നേതൃത്വവും ഇന്ത്യൻ സൈനിക നേതൃത്വവും മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ നമുക്ക് അനുമാനിക്കാവുന്നത്. മറ്റൊന്ന്, 2019 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ഓക്സ്ഫോർഡാണ് പ്രസിദ്ധീകരിച്ചത്. ലൈഫ് ഓൺ ഫയർ,
ലൈൻ ഓൺ ഫയർ എന്ന് പറയുന്ന പിന്നെ ഒരു, അതായത് സീസ് ഫയർ വയലേഷൻസ് ആൻഡ് ഇന്ത്യ പാകിസ്ഥാൻ എസ്കലേഷൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എസ്കലേഷൻ, ഇന്ത്യ പാക് എസ്കലേഷൻ ഉണ്ടാവുന്നത് ഈ ടെറർ അറ്റാക്സ് കൊണ്ട് മാത്രമല്ല. ടെറർ അറ്റാക്സ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഈ എസ്കലേഷൻ ഉണ്ടാവുന്നത്. ഭീകരാക്രമണങ്ങൾ ഇല്ലാത്ത സമയത്തും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വളരെ തീവ്രമായ പിന്നെ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ എസ്കലേഷൻ, ഇപ്പം നേരത്തെ ഷാബു പ്രസാദും കേണലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, പാകിസ്ഥാന്റെ ഔദ്യോഗികമോ അനൗദ്യോഗികമോ ആയ ഒരു സ്റ്റേറ്റ് പോളിസി തന്നെയാണ് ഭീകരപ്രവർത്തനം. കാരണം ഇത് ലോ കോസ്റ്റ് ആണ്, മുതൽ മുടക്കില്ല, കുറച്ച് ചെലവേ ഉള്ളൂ, അക്കൗണ്ടബിലിറ്റി ഇല്ല, തെളിവെവിടെ എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഇന്ത്യയെ ഒരു സാമ്പ്രദായിക യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയെ ഈ അസാമ്പ്രദായികമായ ഭീകരവാദ യുദ്ധത്തെ ഇങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ മുറിവേൽപ്പിക്കുക എന്നത് പാകിസ്ഥാന്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ടെങ്കിലുമായിട്ടുള്ള ഒരു നയമാണ്. അത് പാക് സൈന്യത്തിന്റെയും ISI എന്ന അതിന്റെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയുടെയും ജനിതകത്തിൽ തന്നെ മുദ്ര ചാർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് പെട്ടെന്ന് ഇപ്പൊ പുൽവാമ 2019 നടന്നു, അതിനുശേഷം 2025 ഇത് നടന്നു. പുൽവാമക്ക് മുമ്പ് 2016 പതാൻകോട്ട് ആക്രമണം 2016 തുടക്കത്തിൽ നടന്നു. 2016 സെപ്റ്റംബറിൽ ഉറിയിൽ നടന്നു. 2008 മുംബൈയിൽ നടന്നു. 2001 പാർലമെന്റ് ആക്രമണം നടന്നു. അതിന് തൊട്ടു മുമ്പ് 2001 ജമ്മു കാശ്മീർ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആക്രമിച്ചു. അപ്പൊ ഇത് വളരെ എപ്പിസോഡിക് ആയിട്ട് ഇങ്ങനെ തുടർന്ന് വരികയാണ്. പക്ഷെ ഈ പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി വളരെ കണിശവും കൃത്യവും രൂക്ഷവും തീക്ഷ്ണവുമായിരുന്നു. അത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആരോടാണ് താണ് കേട് അപേക്ഷിച്ചത് എന്നറിയില്ലെങ്കിലും, ഏതായാലും അമേരിക്ക ഇതിൽ മീഡിയേഷൻ വഹിച്ചിട്ടില്ലെങ്കിലും അമേരിക്കൻ ഫാക്ടർ അതിലുണ്ട്. ഇപ്പൊ കാർഗിൽ യുദ്ധകാലത്തും അമേരിക്കൻ ഇടപെടൽ, അതായത് നവാസ് ഷെരീഫ് അപേക്ഷിക്കുകയും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അതുപോലെ ബാലക്കോട് ആക്രമണം നമ്മൾ നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ ആണവ പോർമുനകൾ സജ്ജമാക്കുന്നതായി ഇന്ത്യക്ക് വിവരം കിട്ടുകയും ഇന്ത്യ അമേരിക്കയെ അറിയിക്കുകയും, അന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ ആണ്. അവർ വിയറ്റ്നാമിലായിരുന്നു, ഹാനോയിലായിരുന്നു, ഉത്തര കൊറിയയുമായിട്ടുള്ള നിരായുധീകരണ ചർച്ചയ്ക്ക് എത്തിയതായിരുന്നു. അന്ന് അർദ്ധരാത്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവരെ വിളിക്കുന്നത്. ഇങ്ങനെ അവർ ചെയ്താൽ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടി നൽകും. അപ്പൊ അമേരിക്കയുടെ മീഡിയേഷൻ അല്ലെങ്കിലും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് കാർഗിൽ യുദ്ധ സമയത്തും ബാലക്കോട്ടിലും ഈ യുദ്ധത്തിൽ ഇതിപ്പം തീർച്ചയായിട്ടും യെസ്, അതാണ് അമേരിക്കയുടെ ഇടപെടലിനകത്ത് വ്യക്തമാണ്. പക്ഷേ പാകിസ്ഥാൻ ഇതിൽ തോൽവി പരിപൂർണമായിട്ട് സമ്മതിക്കുന്നുണ്ടോ, അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു സന്ദേശമുണ്ടോ എന്നുള്ളൊരു വിഷയമൊക്കെ ഉണ്ട്. തിരികെ വളരെ പെട്ടെന്ന് പാനലിസ്റ്റുകളിലേക്ക് ചെറിയ ഇടവേള അത്യാവശ്യമായത്. ചർച്ച തുടരുമ്പോൾ വീണ്ടും കേണൽ ഡീനിയിലേക്ക്. ശ്രീ കേണൽ ഡീനി, നേരത്തെ ഷിനാസ് പറഞ്ഞ് നിർത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അത് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ്, ഏത് തരത്തിൽ ലോകം ഇത് കാണുന്നു എന്നുള്ളൊരു വിഷയം. അത് ഇപ്പോൾ അത് അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നുള്ള മാധ്യമങ്ങൾ പോലും ഇത് കാണുന്നത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ വിജയമായിട്ടാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുകയില്ല. ആ തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിരിക്കുന്നു ഏറെക്കുറെയൊക്കെ. ലോക രാഷ്ട്രങ്ങളുടെ സഹായമൊക്കെ നമുക്ക് കൃത്യസമയത്ത് കിട്ടുകയോ അല്ലെങ്കിൽ അതല്ല തനിയെ ആണ് നിൽക്കേണ്ടത് ഭീകരവാദത്തിനെതിരെ പോരാടാൻ, ആ ഒരു സത്യം കൂടി ഇന്ത്യ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ എന്നുകൂടി ശ്രീ ഷിനാസ് പറയുകയുണ്ടായി. അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ പാകിസ്ഥാനാണ് ഇതിന് പിറകിൽ എന്ന് ഇതുവരെ ഒരു വാക്കിൽ പോലും പറയാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കൂടെ വിലയിരുത്തിക്കൊണ്ട് വേണമോ അടുത്തത് എന്താകും പാകിസ്ഥാന്റെ നീക്കം എന്ന് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും? നോക്കൂ മാഡം, അതിനകത്ത് ഞാൻ ഷിനാസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് നമ്മളെ യുദ്ധം
അല്ലെങ്കിൽ നമ്മൾ ഈ ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ഉള്ള ആക്ഷൻ നമ്മൾ തന്നെ ചെയ്തേ പറ്റും, വേറെ ആരും വരാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ കാണുന്ന അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഞാനൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഒരു ഗ്ലോബൽ രീതിയിൽ എല്ലാവർക്കും അവരവരുടെ ഇൻട്രസ്റ്റ് മാത്രമാണ്. അതായത് അവരവരുടെ താല്പര്യം നോക്കി മാത്രമേ അവർ പ്രവർത്തിക്കത്തുള്ളൂ. അല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെട്ട് എന്തെങ്കിലും അങ്ങനെ ഒരെണ്ണ കാര്യത്തിലില്ല. നമ്മളിപ്പോൾ ഭാരതത്തിന്റെ എക്സാമ്പിൾ തന്നെ നോക്കും. 2 കോൺഫ്ലിക്റ്റ് നടക്കുകയാണ് ഇപ്പോൾ. ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധം. റഷ്യയാണ് യുക്രൈനെ ആദ്യം അറ്റാക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ റഷ്യയെ തള്ളി പറഞ്ഞിട്ടില്ല. മറിച്ച് റഷ്യയുമായിട്ട് നമ്മൾ ധാരാളം കരാറൊക്കെ ചെയ്ത് അവിടുന്ന് ഓയിലും മറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ എടുക്കുകയും ചെയ്തു. എങ്കിൽ നമ്മൾ യുക്രൈന്റെ കൂടെ യുക്രൈന് വേണ്ടി ചില ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു. അപ്പം അവിടെയും ഒരു ക്ലിയർ കട്ട് സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന് താല്പര്യം നോക്കും. ഇനി ഇസ്രായേൽ ഹമാസ് വാർ യുദ്ധത്തിലേക്ക് നോക്കൂ. ഒക്ടോബർ 7-ാം തീയതി ആ ഭീകരവാദ പ്രവർത്തനം ചെയ്ത ആക്ടിനെ നമ്മൾ എല്ലാവരും കണ്ടം ചെയ്തു. രാജ്യത്തിലെ എല്ലാ രാജ്യങ്ങളും ചെയ്തു, ഭാരതവും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഗാസയിൽ തിരിച്ചടിച്ച് ചെയ്തപ്പോൾ നമ്മൾ ഇസ്രായേലിനെ ഒരു കണ്ടംനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തില്ല. അതുപോലെ തന്നെ ഹമാസിനെ നമ്മൾ ഇതുവരെ ഒരു ഭീകരവാദി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാരതമായാലും ശരി മറ്റ് രാജ്യങ്ങളായാലും ശരി അവരവരുടെ രാജ്യ താല്പര്യം എന്താണോ അത് വെച്ചിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ ആരെങ്കിലും ഭാരതത്തിന് വന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളാണ്. അപ്പൊ എന്തിനാണ് ആ ഒരു ഇഷ്യൂവിൽ കയറി ഇടപെട്ട് എന്തിനാന്നുള്ള രീതിയിലാണ് മിക്ക രാജ്യങ്ങളും. ഇവരാരും നമ്മളെതിരല്ല, പക്ഷെ ഒരു ഓപ്പൺ സപ്പോർട്ടിലേക്ക് അവരാരും വരാൻ പോകുന്നില്ല. അതിന്റെ ഒരു ഫാക്ടറാണ്. 1975 ഇന്ത്യയും സോവിയറ്റ് യൂണിയനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഉണ്ടായിരുന്നു. അന്നൊരു കോൾഡ് വാറിന്റെ എറയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്നത്തെ അവസ്ഥ ഡിഫറെന്റ് ആണ്. ഇന്ന് എല്ലാവരും അവരവരുടെ താല്പര്യം നോക്കി നിൽക്കുന്നത്. ഇപ്പൊ ക്വാഡ് ആണെങ്കിൽ തന്നെയും ക്വാഡിന്റെ ഇപ്പൊ ഉണ്ടായിട്ട് തന്നെ നമ്മൾ റഷ്യയായിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ട് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു യുദ്ധം നടന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുമായിട്ട് നമ്മൾ നല്ല ബന്ധമുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ വെളിയിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ വെളിയിൽ നിന്ന് നമ്മൾ ഉപദ്രവം ചെയ്യാതിരുന്നാൽ അത് തന്നെ നല്ലൊരു സഹായമായിട്ടാണ് ഞാൻ കാണുന്നത്. പണ്ടത്തെ രീതിയിൽ ഭാരതത്തിനെയൊക്കെ ശക്തമായിട്ട് താക്കീത് തന്നു, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്തിനാ? ഇൻക്ലൂഡിങ് കാർഗിൽ യുദ്ധ സമയത്ത് പോലും നമുക്ക് US-ന്റെ ഭാഗത്ത് നിന്ന് ധാരാളം റെസ്ട്രിക്ഷൻസ് വന്നിരുന്നു. ഫോർ എക്സാമ്പിൾ സാറ്റലൈറ്റ് അന്ന് ഇന്നത്തെ പോലെ നമ്മളിൽ സാറ്റലൈറ്റ്സ് ഇല്ലായിരുന്നു. നമ്മൾ GPS അല്ലെങ്കിൽ US സാറ്റലൈറ്റ്സിലായിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത്. അപ്പൊ അവർ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അവർ മോണിറ്റർ ചെയ്തു. അതിന് ആ രീതിയിലുള്ള ഒരു പ്രഷറൈസേഷൻ ഒക്കെ ചെയ്തിരുന്നു. അന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്ഥിതി മാറി. നമുക്ക് നമ്മളതായിട്ടുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട്, നമ്മളതായിട്ടുള്ള ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ പ്രഷറൈസ് ആവുന്നില്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള പാകിസ്ഥാന് ഒരു നരേറ്റീവ് എക്കാലത്തും അവർക്ക് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചാൽ അതിന്റെ കാരണം അതിന്റെയും ഒരു കാരണം ചിലപ്പം ഷിനാസിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ കാരണം ഭാരതത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഈ വെസ്റ്റേൺ മീഡിയ എക്കാലത്തും നിന്നിട്ടുണ്ട്. അതിന്റെ കാരണം എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത് കൃത്യമായിട്ട്. പക്ഷെ എപ്പോഴൊക്കെ നോക്കിയോ ഏതൊരു കാര്യത്തിൽ പണ്ടൊക്കെ നമ്മളൊരു ലാൻഡ് ഓഫ് സ്നേക്ക് ചാർമേഴ്സ് ആയിരുന്നു. അതായത് ഈ പാമ്പാട്ടികളുടെ രാജ്യത്ത് നിന്നുള്ള ആ നരേറ്റീവ് ഇപ്പോഴും ഭാരതം ഒരു ഗ്രോയിങ് എക്കോണമിക് പവർ ആണെന്നോ അങ്ങനെ ഒന്നും ഒരിക്കലും അവർ കാണിക്കത്തില്ല. ഇപ്പൊ കോവിഡ് സമയത്ത് നോക്കൂ എങ്ങനെയാണ് അവർ നമ്മളെ കവർ ചെയ്തത്. അതായിട്ട് ഇപ്പം പൗരത്വ ബില്ല് വന്നപ്പോൾ എങ്ങനെയാണ് കവർ ചെയ്തത്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ തന്നെ കുറെ മീഡിയ മാഡം പറഞ്ഞ പോലെ ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു രീതിയിലുള്ള കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം തുടങ്ങിയപ്പം 5 റഫാൽ വിമാനം താഴെ വിട്ടു. അവർ കോട്ട് ചെയ്തത് റഫാലിന്റെ ഏതോ ഒരു ഉദ്യോഗസ്ഥരാണ്. ആരാണ് ഉദ്യോഗസ്ഥൻ, എന്താണ് പേരൊന്നും വന്നില്ല. ഈ പറയുന്ന ഇത്രയും നല്ല നല്ല വലിയ പേരുള്ള പത്രങ്ങളാണ് അത് അടിച്ചു വിട്ടത് ആദ്യം. അപ്പൊ പറഞ്ഞു വന്നത് ഭാരതത്തിന് വേണ്ടി ഒരിക്കലും വെസ്റ്റേൺ മീഡിയ ഒരു പ്രോ ഇന്ത്യ സ്റ്റാൻഡ് എടുക്കത്തില്ല. അത് കശ്മീർ ഇഷ്യൂ ശ്രീ കേണൽ ഡിന്നി, ഞാൻ ഇതിനിടെ ചോദിക്കുന്നത് ഈ വിദേശ മാധ്യമങ്ങൾ മാത്രമല്ല ആഭ്യന്തരമായിട്ടും നമുക്ക് തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ജനാധിപത്യമായി സ്വാതന്ത്ര്യമുള്ള രാജ്യം കൂടി ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനം വരുന്ന വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഈ വിവരം അറിയിക്കുന്നു, സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിക്കുന്നത്, അതുകൊണ്ട് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ നഷ്ടമായി, എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നുള്ളൊരു കണക്കുണ്ട്. ഇതാരാണ് ഇതിൽ കുറ്റക്കാര് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ്. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു ചോദ്യം അകത്ത് നിന്ന് വരുന്നുണ്ട്. ഞാനും കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കണം. അത് പ്രതിപക്ഷ നേതാവായാലും ശരി, സാധാരണക്കാരായാലും ശരി, മാധ്യമമായാലും ശരി, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പക്ഷെ നമ്മുടെ ചോദ്യങ്ങൾ അത് ഒരു ആയുധമാക്കി മാറ്റരുത്. അതായത് ഇപ്പൊ സർക്കാരിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഓക്കെ ഫൈൻ, അത് നിങ്ങൾ ചെയ്യും. പക്ഷെ
നമ്മളൊരു യുദ്ധ സമാന രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് ആണ്. അപ്പൊ ഇത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഞാൻ കണ്ടിരുന്നു. ആ ചോദ്യം, ആ രണ്ട് ചോദ്യവും, ഒരു ചോദ്യം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറയുന്ന ഒരു സാധനം എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പൊ എന്താണ് ജയശങ്കർ പറഞ്ഞത്, എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞത്? അത് അന്ന് DGMO കോൺഫറൻസിൽ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത സമയത്ത് മെയ് 7 രാത്രി ഒരു 1:05 തൊട്ട് 1:30 ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പാകിസ്ഥാനിനെ വിളിച്ച് പറഞ്ഞു, ഇത് ഞങ്ങളെ ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ചെയ്യുന്നതാണ്, ഞങ്ങൾ മിലിറ്ററി ടാർഗറ്റ്സിനെ ചെയ്യുന്നില്ല എന്നുള്ളത്. അതൊരു നോമാണ്, അതൊരു പ്രൊസീജിയറാണ്. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ DGMO ലെവലിൽ ഹോട്ട് ലൈൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ പറയാനാണ് 24 മണിക്കൂറും അത് മാൻഡാണ്. 24 മണിക്കൂർ എപ്പോൾ വേണമെങ്കിലും അത് വിളിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ഓഫീസേഴ്സ്, ഡ്യൂട്ടി ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി അത് സ്ട്രൈക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ പറയുകയും ചെയ്തു, നമ്മൾ ഇതിനെ ഈ ഒരു സ്ട്രൈക്ക് ടെററിസ്റ്റ് ക്യാമ്പ്സിലാണ്, ഇത് മിലിറ്ററി ക്യാമ്പിനല്ല. എന്നിട്ട് ആ DGMOയുടെ പ്രസ് ബ്രീഫിൽ അന്ന് പറഞ്ഞു, അവര് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ കേട്ടു, പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ DGMO പറഞ്ഞതായിട്ട് പോലും നമ്മുടെ DGMO പ്രസ് ബ്രീഫ്. അപ്പൊ അവിടെ എവിടെയാണ് ഡൗട്ട്? ആരാണ് പറഞ്ഞത്? ആദ്യമേ ചെന്ന് ഇങ്ങനെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആരെങ്കിലും യുക്തിയുള്ള ആരെങ്കിലും വിചാരിക്കുമോ അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനെ വിളിച്ചു പറയാണ് ഞങ്ങൾ 1 മണിക്കൂർ 1:05 ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യാൻ പോയാണ് ഞങ്ങൾ? പക്ഷെ അങ്ങനല്ല, അതൊരു നിയർ സൈമൾട്ടേനിയസ്, അല്ലെങ്കിൽ അത് ജസ്റ്റ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതായത് 1:44 ആണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലെ ആ ഒരു പ്രസ് റിലീസ് പോലും 1:44 ആ പ്രസ് റിലീസ് പോലും ഇട്ടേക്കുന്നത്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ, എത്ര റഫാൽ വീണു, എത്ര റഫാൽ വീണു, അല്ലെങ്കിൽ എത്ര റഫാൽ എന്നുള്ളത് മാത്രം തെറ്റാണ്, വെച്ചാൽ എത്ര വിമാനങ്ങൾ വീണു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഇപ്പം എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നമുക്ക് നേട്ടമുണ്ടോ? ഇപ്പൊ ഈ അവസ്ഥയിൽ രാജ്യത്തിൽ എത്ര എന്നിട്ട് എന്തെങ്കിലും അതായത് നമ്മളൊരു ഓപ്പറേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. അതിലൂടെ അതിന്റെ വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ കാരണം നമ്മളിലുള്ളത് 100 ആണ്, അല്ലെങ്കിൽ 100 ആണ്, അല്ലെങ്കിൽ 110 ആണ്. ആ 110 അക്കൗണ്ടഡ് ഫോർ ആണ്. ഓരോ വിമാനവും ഓരോ പൈലറ്റും ഓരോ നട്ട് ആൻഡ് ബോൾട്ട് അക്കൗണ്ടഡ് ഫോർ ആണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അത് വരും. ഇപ്പം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, അല്ല ശ്രീ കേണൽ ഡിന്നി, നമ്മൾ നേടിയത് വിജയമാണ്, നമ്മൾക്ക് ഇനി പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണല്ലോ ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ ചോദ്യം ചോദിച്ചുകൂടെ എന്ന് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ന്യായീകരിക്കാമല്ലോ. ചോദിക്കാം, അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അതിനകത്ത് അതല്ല ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളെ മനസ്സിലാക്കുക, നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ രാജ്യത്തിന്റെ മെമ്പർ ഓഫ് പാർലമെന്റ്സ് ആയിട്ടുള്ള നല്ല പറയാൻ ശേഷിയുള്ള നല്ല ഇതിനെക്കുറിച്ചുള്ള അറിയാവുന്ന ആളുകൾ നമ്മൾ വിദേശത്ത് അയക്കുകയാണ്, 7 ഗ്രൂപ്പായിട്ട് വിദേശത്ത്. കാരണം നമ്മളെ നരേറ്റീവ്, ഭാരതം എന്താണ് ചെയ്യുന്നുള്ള നരേറ്റീവ് നമ്മൾ പുറം രാജ്യങ്ങളിൽ പറയാണ്. കാരണം നരേറ്റീവ് ഇന്ത്യ പാകിസ്ഥാൻ കശ്മീർ ഇഷ്യൂ അല്ല, നരേറ്റീവ് ഭീകരവാദത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് വേണ്ടി നമ്മൾ ലോക രാജ്യങ്ങളിലേക്ക് പറയാനുള്ള ശ്രമത്തിനിടയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതാരാണ്, ഇതെന്തിനാണ് പറഞ്ഞതെന്നുള്ള തെറ്റാണത്. അത് ആ രീതിയിലുള്ള സംസാരം അത് അംഗീകരിക്കാം. ശരി, അത് അംഗീകരിക്കാം. ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ ഡെലിഗേറ്റ് സംഘത്തെ അയക്കുകയാണ് ഇന്ത്യ. അപ്പോൾ നേരത്തെ എം ഷിനാസ് പറഞ്ഞ ഒരു വാക്കുമായി കൂട്ടിച്ചേർത്ത് പറയട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ അത്രയേറെ അഭിമാനകരമായി തന്നെ ഇന്ത്യക്കാർ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോഴും ലോകരാഷ്ട്രത്തിന് മുന്നിൽ ഇതൊരു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ ആണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യക്ക്. അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യ ലോകരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് ഈ ഡെലിഗേറ്റ്സിനെ അയക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ സ്ഥാപിക്കാൻ കഴിയാത്തത് പാകിസ്ഥാൻ നടത്തുന്ന അസത്യ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാകണം. അത് പ്രതിരോധിക്കുക കൂടിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അപ്പോഴേ ഈ ഓപ്പറേഷൻ പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇല്ല, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമായിരുന്നു എന്ന് ലോകത്തിനെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അവിടുത്തെ ഉദ്ദേശം. ഈ ഡെലിഗേഷൻ്റെ ഉദ്ദേശം അതല്ല. പാകിസ്ഥാൻ ആകെപ്പാടെ നടുവൊടിഞ്ഞു കിടക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഒരു ഭീകരപ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ലോകത്ത് മുഴുവനുമുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു എപ്പിസെൻ്ററാണ് പാകിസ്ഥാൻ. അവരുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നം എന്ന് പറയുന്നത് തന്നെ ഭീകരപ്രവർത്തനമാണ്. അത് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും ഭീഷണിയാണ് എന്ന സന്ദേശം ഈ ലോകരാജ്യങ്ങളോട് ഡിസ്കസ് ചെയ്യാനും അവരെ കൺവിൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഡെലിഗേഷൻ പോകുന്നത്. അവിടെയാണ് കരയത് ഒടിഞ്ഞു കിടക്കുന്നവൻ്റെ മണ്ടയ്ക്ക് അവസാനത്തെ ആണിയടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്തെ മിലിറ്ററി ആക്ടിവിറ്റി മാത്രമാണ് നിന്നത്.
ഈ യുദ്ധമെന്ന് പറയുന്നത് അപർണ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ തോക്കും ബോംബും ഉപയോഗിച്ച് മാത്രമല്ല യുദ്ധം എന്ന് പറയുന്നത്. ഇത് ഒരു ഡിപ്ലോമാറ്റിക് വാറിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ കൂടുതൽ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്തി ഭീകരവാദം എന്ന ആ ഒരു മെനേസ് അത് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കുക എന്നുള്ളതാണ് വളരെ വിശാലമായ ലോക സമൂഹത്തിനോട് തന്നെയുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്, ഈ ഡെലിഗേഷൻ ചെയ്യുന്നത്. അല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇപ്പോൾ നടന്ന മിലിറ്ററി ആക്ടിവിറ്റിയിൽ ഞങ്ങൾ എത്ര പേരെ കൊന്നു, ഞങ്ങൾ കിരാനാക്കുന്നിൽ കൊണ്ട് ബോംബിട്ടു, അല്ലെങ്കിൽ അവരുടെ വ്യോമത്താവളങ്ങൾ 15 തകർത്തു, അവിടെ വലിയ കിണറും കുളവും ഒക്കെ ആക്കി വെച്ചു, ഇതൊന്നും നാട്ടുകാരെ ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമേ നമുക്കില്ല. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ട് അവർ സത്യം മറച്ചു വെച്ചുകൊണ്ട് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുന്നു കാലങ്ങളായി. അവരെയും ബോധ്യപ്പെടുത്ത കാര്യം കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അത് മാധ്യമ സ്ഥാപനമായിക്കട്ടെ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാനാവില്ല. പല താല്പര്യങ്ങളുടെ പുറത്ത് പ്രവർത്തിക്കുന്നവരാണവർ. അതും നമ്മുടെ കൺസേൺ അല്ല. നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ ലോക രാജ്യങ്ങൾ, രാഷ്ട്ര നേതൃത്വം, അവിടുത്തെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ നേതാക്കൾ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ കാണുക, ആ സമൂഹത്തോട് സംവദിക്കുക. ഈ ഭീകരവാദത്തെ കൂടെ ലോകം നേരിടുന്ന അതിൽ തർക്കമില്ല. ആ ഒരു സന്ദേശം കൂടെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഷിനാസിലേക്ക് ചെന്ന് അവസാനിപ്പിക്കുമ്പോൾ, ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ ജല തർക്കത്തിന്റെ പേരിൽ, ജല കരാറിന്റെ പേരിൽ ഒരു നയതന്ത്ര യുദ്ധത്തിനൊക്കെ കടക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും മുതിരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പിന് പരിപൂർണമായിട്ട് സാധ്യത അവസാനിപ്പിച്ചു കൊണ്ടുകൂടിയാണ് അത് നടക്കുന്നത്. അതിന് ഏത് തരത്തിലുള്ള ഒരു അവസാനമാണ്, ഒരു കൺക്ലൂഷനാണ് ഉണ്ടാവുക? ശ്രീ എം ഷിനാസ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി മരവിപ്പിച്ചു. അത് ഈ പഹൽഗാം ആക്രമണത്തിന് പ്രത്യുത്തരമായി നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇത് പാകിസ്ഥാനെ വളരെ ഗൗരവതരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം ഈ നദീജല ശൃംഖലകളിൽ നിന്ന് പാകിസ്ഥാന് ലഭിക്കുന്ന ജലത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 99 ബില്യൺ ക്യൂബിക് മീറ്റർ ആണ്. ഇന്ത്യക്ക് 41 ബില്യൺ ക്യൂബിക് മീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ പാകിസ്ഥാനിലെ കൾട്ടിവേറ്റഡ് ലാൻഡ്, കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെ 93% ഭൂമിയും ഈ സിന്ധു നദീജല ശൃംഖലകളിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. മാത്രമല്ല ജലസേചനം, പാകിസ്ഥാൻ ജലസേചനത്തിന്റെ 80% ഈ കരാറുമായി ബന്ധപ്പെട്ടാണ്. പാകിസ്ഥാന്റെ ജി ഡി പിയുടെ 25%. പാകിസ്ഥാന്റെ ജീവനാഡി എന്ന് പറഞ്ഞാൽ കാശ്മീർ, അസീം മുനീർ പറഞ്ഞല്ലോ, കാശ്മീർ ഞങ്ങളുടെ ജഗുലാർ വെയിനാണ്. അതുപോലെ പാകിസ്ഥാന്റെ ജഗുലാർ വെയിനാണ് ഈ സിന്ധു നദീജല ശൃംഖലകൾ. അതുകൊണ്ട് പാകിസ്ഥാനെ ഇപ്പോൾ ഏറ്റവും അലോസരപ്പെടുത്തുന്ന കാര്യം ഈ മിലിറ്ററി സെറ്റ്ബാക്ക് മാത്രമായിരിക്കില്ല. സിന്ധു നദീജല കരാർ എങ്ങനെയെങ്കിലും അത് മരവിപ്പിച്ചത് റദ്ദാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ആവുന്നത്ര അന്താരാഷ്ട്ര തലത്തിൽ കൂട്ടാളികളെ പിടിച്ച് ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തും. കാരണം അതിനൊരു മാനുഷിക വശം കൂടിയുണ്ട്. പാക് സൈന്യം അസീം മുനീറിനെതിരെ അല്ല, ISI ഭീകരവാദികൾക്കെതിരെ അല്ല, പക്ഷെ ഈ സിന്ധു നദീജല കരാർ വഴി മില്യൺസ് ഓഫ് പാകിസ്ഥാനിലെ ഫാർമേഴ്സ്, അവരുടെ ഉപജീവന മാർഗം തന്നെ ഈ സിന്ധു നദീജല, അതിന്റെ ഒരു മാനുഷിക വശം കൂടുതൽ ഉയർത്തിക്കാട്ടപ്പെടും. തീർച്ചയായിട്ടും ഞാൻ സമയപരിമിതി, ആ ഒരു മാനുഷിക വശം കൂടിയാണ്. ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അതിലൊക്കെ ഒരു പക്ഷേ കൂടുതൽ ചർച്ചകൾ നടന്നേക്കാം. അത് ഏത് തരത്തിലാണ് പാകിസ്ഥാൻ ശ്രദ്ധ ക്ഷണിക്കലൊക്കെ നടത്തുക എന്നുള്ള വിഷയം കൂടിയുണ്ട്. നമ്മൾ ചോദിച്ചു, തിരിച്ചടിക്ക് തക്കം പാർത്തിരിക്കുകയാണോ അതോ തിരുത്തുകയാണോ പാകിസ്ഥാൻ എന്ന് ചോദിക്കുമ്പോൾ തക്കം പാർത്തിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. 78% പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോഴും ഇസ്ലാമാബാദിൽ അസത്യ പ്രചാരണം നടത്തി വിജയം ആഘോഷിക്കുകയാണ് പാകിസ്ഥാൻ. അതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ നൽകുന്ന പാഠം. തെറ്റ് തിരുത്തുകയല്ല പാകിസ്ഥാൻ എന്നുള്ള ഒരു സന്ദേശമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇന്ത്യ ശക്തമാണ്, ജാഗ്രത വിടുന്നില്ല. അതിർത്തിയിലും ആകാശത്തും കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നു രാജ്യം. വളരെയധികം നന്ദി ഷാബു പ്രസാദ്, എം ഷിനാസ്, ഒപ്പം ശ്രീ കേണൽ ഡിനി ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം.
നമസ്കാരം. ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കോഴക്കേസിൽ പ്രതിക്കൂട്ടിലായി ഇ ഡി. കൂടുതൽ പരാതികൾ ലഭിച്ചതായി വിജിലൻസ് SP. അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ഒന്നാം പ്രതി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. തരൂർ കോൺഗ്രസിനകത്തോ പുറത്തോ അഭിപ്രായ വ്യത്യാസം വ്യക്തമാക്കി വാർത്താ സമ്മേളനം. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തിന്റെ തലവനാക്കിയത് കോൺഗ്രസ് ലിസ്റ്റ് വെട്ടി. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് തരൂർ. കേന്ദ്ര സർക്കാർ നടപടി സത്യസന്ധമല്ലെന്ന് ജയറാം രമേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് പാകിസ്ഥാനെ വിവരം അറിയിച്ചത് കുറ്റകരമാണെന്ന് രാഹുൽ ഗാന്ധി. മന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വ്യോമത്താവളത്തിലെ ഇന്ത്യൻ ആക്രമണം സമ്മതിച്ച പാക് പ്രധാനമന്ത്രി. സഹപ്രവർത്തകർ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുവെന്ന വഞ്ചിയൂരിൽ മർദ്ദനമേറ്റ അഭിഭാഷക അഡ്വക്കേറ്റ് ശ്യാമിലി. മുതിർന്ന വനിതാ അഭിഭാഷകരും അപമാനിക്കുന്നു. എന്നോടൊന്നല്ല, ഒരു കേസിലെയും ഒരു വിക്ടിമിനെയും ഒന്നും, പ്രത്യേകിച്ച് കോടതി പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ആരെയും തന്നെ വിക്ടിം ബ്ലെയിമിങ് ഒരിക്കലും ചെയ്യരുത്. അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബെയിലിൻ ദാസ് ജയിലിൽ തന്നെ തുടരുന്നു. മെസ്സി കേരളത്തിൽ വരുമെന്ന കായിക മന്ത്രി. ഒക്ടോബറിൽ അർജന്റീനൻ ടീം കേരളത്തിൽ കളിക്കും. സ്ഥിരീകരിച്ച സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും. IPL മത്സരം വൈകുന്നു. ബംഗളൂരുവിൽ മഴ കളിക്കുന്നു. മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ. വിശദമായ വാർത്തകൾ നോക്കാം. കോൺഗ്രസ് പാർട്ടിയുമായി അകലുന്നതിന്റെ സൂചനകൾ വ്യക്തമാക്കി ശശി തരൂർ. കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകാനുള്ള പാർട്ടി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള അതൃപ്തി ശശി തരൂർ ഇന്ന് പരസ്യമാക്കി. തന്നെ പാർട്ടി നേതൃത്വം അപമാനിക്കുകയായിരുന്നു എന്നാണ് തരൂർ കരുതുന്നത്. രാഷ്ട്രമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുത് എന്ന പ്രസ്താവനയ്ക്കും മാനങ്ങൾ ഏറെയാണ്. തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള അകലം കൂടുകയാണ്. പഹൽഗാമിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ തരൂരിന്റേത് വ്യത്യസ്ത നിലപാടായിരുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. പാർട്ടിയുടേതിന് ഭിന്നമായ അഭിപ്രായം പറയരുത് എന്ന നിർദ്ദേശവും കോൺഗ്രസ് തരൂരിന് നൽകി. വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, തരൂരില്ലാതുള്ള പട്ടിക പുറത്തുവിടുകയും ചെയ്തു. ഇതെന്തിനെന്ന ചോദ്യത്തിന് തരൂരിന്റെ മറുപടി ഇങ്ങനെ: ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ എല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വെളികൾ കിട്ടി, അത്രേ എനിക്കറിയുള്ളൂ. തന്നെ പാർട്ടി അപമാനിച്ചു എന്ന വികാരവും തരൂരിനുണ്ട്. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി ഏറെക്കാലങ്ങളായി തരൂർ അകൽച്ചയിലാണ്. ഇവിടത്തെ മുഖ്യമന്ത്രി സ്ഥാനമോഹികളെ മറികടന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അകൽച്ചയ്ക്ക് പ്രധാന കാരണം. വർഷങ്ങളായി രാഹുൽ ഗാന്ധിയുമായും അത്ര നല്ല ബന്ധത്തിലല്ല ശശി തരൂർ. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനിടെയാണ് ദേശീയ നേതൃത്വവുമായി വീണ്ടും തെറ്റിയത്. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ആ വിടവിന്റെ വ്യാപ്തി കൂട്ടി. പാർട്ടിയെ വകവയ്ക്കാതെ ഒറ്റയാനായി പോകുന്ന തരൂരിനെ ഇനിയും സഹിക്കാൻ കഴിയില്ലെന്ന അഭിപ്രായമുള്ളവരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ. സമമായ വാതിലുകൾ തുറന്നില്ലെങ്കിൽ പുറത്തേക്കുള്ള വഴി അധികം വൈകാതെ തരൂർ തെരഞ്ഞെടുക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാകിസ്ഥാനെതിരായ നയതന്ത്ര നീക്കത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് നൽകിയ പേരുകൾ ഒഴിവാക്കിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ഒരു സംഘത്തിന്റെ തലവനാക്കിയത്. ഫലത്തിൽ BJP ചൂണ്ടയിൽ കുടുങ്ങിയ കോൺഗ്രസ് പ്രതിരോധത്തിലുമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനെതിരെയാണ്. എന്നാൽ ഇന്ത്യയിൽ അത് കോൺഗ്രസിനെതിരെ കൂടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ തന്ത്രം തിരിച്ചറിയാതെ പോയ കോൺഗ്രസ് ഇതിൽ കുടുങ്ങിയെന്ന് വേണം കണക്കാക്കാൻ. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു 2 ദിവസം മുമ്പ് 3 കോൺഗ്രസ് നേതാക്കളെ നേരിൽ ബന്ധപ്പെട്ട് നയതന്ത്ര സംഘത്തിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടു. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ, സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി എന്നിവരെയാണ് വിളിച്ചത്. പാർട്ടി നേതൃത്വമായി ആലോചിക്കട്ടെ എന്ന് സൽമാൻ ഖുർഷിദ് മറുപടി നൽകി. വിളിച്ച വിവരം നേതൃത്വത്തെ അറിയിച്ചതായി തരൂരും പറഞ്ഞു. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല.
സർക്കാർ എന്നെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇത് പുതിയ വാർത്തയല്ല, ഇത് 1-2 ദിവസമായ സംസാരമാണ്. ഞാൻ എന്റെ ഭാഗമായിട്ട് എന്റെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട്. നയതന്ത്ര സംഘത്തിലേക്ക് 4 നേതാക്കളുടെ പേര് നിർദ്ദേശിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് മുൻ മന്ത്രി ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകൾ നൽകി. ഇവിടെ 2 അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല. കോൺഗ്രസ് പേരു നൽകിയില്ലെങ്കിലും തരൂരിന്റെ പേര് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്താനുള്ള സാധ്യത. പാർട്ടി എതിർത്താലും രാജ്യതാൽപര്യം പറഞ്ഞ് തരൂർ അത് സ്വീകരിക്കാനുള്ള സാധ്യത. കോൺഗ്രസ് പട്ടിക കിട്ടിയതോടെ പട്ടികയിലില്ലാത്ത തരൂരിനെ ഒരു പ്രധാന സംഘത്തിന്റെ തലവനാക്കിയുള്ള പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. തൊട്ടുപിന്നാലെ കോൺഗ്രസ് നൽകിയ പേരുകൾ ജയറാം രമേശും പുറത്തുവിട്ടു. ക്ഷണം ബഹുമതിയാണെന്നും ദേശീയ താൽപര്യം മുൻനിർത്തി തന്റെ സേവനം നൽകുമെന്നും വ്യക്തമാക്കി തരൂർ കേന്ദ്ര സർക്കാർ കുറിപ്പ് ഷെയർ ചെയ്തു. BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും തന്ത്രം തിരിച്ചറിഞ്ഞ് തരൂരിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസിനായതുമില്ല. തരൂരിനെ തള്ളാനും കൊള്ളാനും വയ്യാതെ ഹൈക്കമാൻഡ് പതുങ്ങി നിന്നപ്പോൾ കോൺഗ്രസ് കേരള ഘടകത്തിന്റേതായിരുന്നു ശ്രദ്ധേയമായ പ്രതികരണം. തരൂരിനെ സംഘത്തലവനാക്കിയത് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം BJPയിലെ പ്രതിഭാശൂന്യതയാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നും മോദി സർക്കാർ മോശമാക്കിയ ആഗോള പ്രതിച്ഛായ തരൂർ തിരുത്തുമെന്നും പ്രതികരിച്ചു. തരൂരിനെ അനുകൂലിച്ചതാണോ BJPയെ കുത്തിയതാണോ ഇതെന്നൊക്കെ വരികളിൽ വായിക്കേണ്ടി വരും. പാർട്ടി അനുമതിയില്ലാതെ സംഘത്തിന്റെ ഭാഗമായ തരൂരിനെതിരെ മിണ്ടാനോ നടപടിയെടുക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച അഭിഭാഷകൻ ബെയിലിൻ ദാസ് ജയിലിൽ. ഇയാളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു സീനിയറിനുണ്ടെന്ന് വാദത്തിനിടെ കോടതി പറഞ്ഞു. ബെയിലിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ തനിക്ക് നീതി കിട്ടിയെന്ന് ശ്യാമിലി പ്രതികരിച്ചു. ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് നടന്നത്. നിയമത്തിൽ നല്ല അറിവുള്ള ബെയിലിന് ജാമ്യം നൽകിയാൽ സാക്ഷികൾ സ്വാധീനിക്കപ്പെടുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രതിയുടെ ഓഫീസിലുള്ളവരും സാക്ഷികളാണ്, ഇവരെയും സ്വാധീനിക്കാൻ എളുപ്പമാണ്. ശ്യാമിലിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. സമാനമായ കേസുകളിൽ മുൻകൂർ ജാമ്യം പോലും നൽകിയിട്ടുണ്ടെന്ന് പ്രതിഭാഗം പറഞ്ഞു. പ്രതിയെ ശ്യാമിലി ആക്രമിക്കുകയായിരുന്നു. ബെയിലിന് അതിൽ പരിക്കേറ്റു. പ്രകോപനമുണ്ടാക്കിയത് ശ്യാമിലിയാണെന്നും ബെയിലിന്റെ അഭിഭാഷകൻ വാദിച്ചു. കോടതി നടപടിയിൽ ശ്യാമിലി ആശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് ഓൾറെഡി നീതി ലഭിച്ചു കഴിഞ്ഞു. ഇനി കോടതിയുടെ തീരുമാനം എന്ത് തന്നെയായാലും ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അനുഭവം ആർക്കും തന്നെ ഉണ്ടാവരുത്. ഇനി ഇതൊരു ആവർത്തനം, ഇനി ഒരിക്കൽ സംഭവിച്ചു ഇത് ആദ്യത്തെയും അവസാനത്തെയുമായി തീരട്ടെ എന്നുള്ളതാണ്. ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയാണ് എല്ലാവരും ഈ യൂണിഫോം അണിഞ്ഞ് നടക്കുന്നത്. ഈ യൂണിഫോം എന്നല്ല, അത് ഇപ്പോൾ ഏത് പ്രൊഫഷണലായാലും അവരുടെ പ്രൊഫഷണലായിരിക്കും, അവർ അത്രയും താല്പര്യത്തോടു കൂടി ആണ് അത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരു സംഭവം ഒരിക്കലും ആർക്കും, ഒരു ജൂനിയേഴ്സിനും ഒരു സീനിയേഴ്സിനും ആർക്കും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സീനിയറിനുണ്ടെന്ന് വാദത്തിനിടെ കോടതി ഓർമ്മിപ്പിച്ചു. അനുവാദമില്ലാതെ ശരീരത്തിൽ തൊട്ടത് ശരിയല്ലെന്നും കോടതി. എന്നാൽ ലൈംഗിക ഉദ്ദേശത്തോടെ ആയിരുന്നില്ല അതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വിശദീകരണം. ഇതെല്ലാം കേട്ട ശേഷമാണ് വിധി പറയൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബാർ അസോസിയേഷനെതിരാണ് തനിക്കെതിരാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ ശ്യാമിലിയുടെ വാട്സപ്പ് സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. ഒരു ഇരയ്ക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഗ്രൂപ്പിൽ വന്നത്. സ്ത്രീയായിട്ടുള്ള സീനിയർ അഭിഭാഷകയുടെ അടക്കം ഭാഗത്തുനിന്ന് പോലും മോശമായ പരാമർശമുണ്ടായെന്നും ശ്യാമിലി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ ഈ ഒരു കാര്യം കണ്ട് അവരുടെ മനസ്സിൽ തോന്നുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു വിക്ടിം ബ്ലെയിമിങ്ങിലോട്ട് പോയപ്പോഴാണ് എനിക്കത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായത്. അല്ലാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ മറുത്തൊരു അഭിപ്രായമില്ല. അതൊരു എന്നോടൊന്നല്ല, ഒരു കേസിലെയും ഒരു വിക്ടിമിനെയും ഒന്നും പ്രത്യേകിച്ച് കോടതി പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ഭൂരിപക്ഷം അഭിഭാഷകരും ഒപ്പം നിന്നില്ല എന്നായിരുന്നു അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശ്യാമിലിയുടെ പ്രതികരണം. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷ ആളുകളും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നു. തന്റെ കാലുകൊണ്ട് സ്വന്തം മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശ്യാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു. ഈ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു.
ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ എവിഡൻസ് എൻ്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എൻ്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഇതിപ്പോ ഞാൻ എൻ്റെ കാലുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. എന്താണ് സ്വന്തം ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇനി ഇന്ത്യയുടെ നയതന്ത്ര യുദ്ധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആറ്റം ബോംബുകൾ ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ ഭയപ്പെടുമെന്ന് കരുതി. പക്ഷേ കരസേനയും നാവികസേനയും വ്യോമസേനയും പാകിസ്ഥാനിലെ 100 കിലോമീറ്റർ ഉള്ളിലുള്ള ക്യാമ്പുകളടക്കം നശിപ്പിച്ചാണ് സൈന്യം മറുപടി നൽകിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി പാകിസ്ഥാന് 100 കിലോമീറ്റർ അകത്തേക്ക് നിർമ്മിച്ച തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു. ലോകം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയമുള്ള നേതൃത്വത്തെ പ്രശംസിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെ ഭീകരപ്രവർത്തനം നടന്നാൽ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. मुजफ्फराबाद, कोटली, भावलपुर, मुरीद के पाकिस्तान की सीमा में 100 किलोमीटर अंदर जाकर हमारी सेना ने आतंकवादियों को जवाब देने का काम किया है। 100 किलोमीटर अंदर पाकिस्तान की सेना ने हमारी निर्दोष जनता पर कच्छ से लेकर कश्मीर तक पूरी पश्चिमी सीमा पर हमला करने का दुस्साहस किया, मगर मोदी जी के समय में हमारी एयर डिफेंस सिस्टम इतनी परफेक्ट बन चुकी थी कि एक भी मिसाइल्स भारत की भूमि पर नहीं गिर पाया, एक भी ड्रोन उनका भारत की भूमि पर नहीं गिर पाया. നൂർഖാൻ അടക്കം തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈനിക മേധാവി ഇക്കാര്യം തന്നെ പുലർച്ചെ വിളിച്ചറിയിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. സംഘർഷത്തിൽ ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളാണ്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്നലെ അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ഒടുവിൽ ഇന്ത്യയുടെ സൈനിക ശക്തി പാക് പ്രധാനമന്ത്രിയും സമ്മതിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമസേന താവളത്തിൽ മിസൈൽ പതിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. മെയ് 10 പുലർച്ചെ 2:30 സൈനിക മേധാവി അസിം മുനീറാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും ഇസ്ലാമാബാദിൽ സൈനിക ഉദ്യോഗസ്ഥരെയും പൗരപ്രമുഖരെയും അഭിസംബോധന ചെയ്ത് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എത്ര തിരിച്ചടിയുണ്ടായാലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പാകിസ്ഥാന്റെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ. एक मेजर्ड एक हम जवाब देंगे. 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सैयद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. പ്രസംഗത്തിൽ അസിം മുനീറിന്റെ ഫോൺ കോൾ രണ്ടാമത് വന്ന കാര്യം ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുന്നുണ്ട്. ആ സമയം താൻ നീന്തുകയായിരുന്നു. കനത്ത തിരിച്ചടി നൽകിയതോടെ വെടിനിർത്തലിന് ഇന്ത്യ അഭ്യർത്ഥിച്ചെന്ന് അസിം മുനീർ അറിയിച്ചെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. സംഘർഷത്തിൽ പാക് സൈന്യം നേടിയ ആധിപത്യം ലോകമെമ്പാടും ചർച്ച ചെയ്യുകയാണെന്ന വീരവാദവും പാക് പ്രധാനമന്ത്രി നടത്തി. सुबह का वक्त था. मुझे सुबह में फजर के बाद मैं स्विमिंग करता हूं, तो मैं एहतियातन अपना सिक्योर फोन साथ ले गया और मैंने ज़िया को कहा कि ज़िया यार, अगर कोई घंटी बजे तो मुझे फौरन बताना. एज लक वुड हैव इट, वो घंटी बजी तो जनरल आसिम मुनीर लाइन पर थे. कह लेंगे कि वज़ीर-ए-आज़म, हमने बड़ा भरपूर उनको जवाब दिया है.
ഇതിൽ വെടിനിർത്തലിന് ഇന്ത്യ ആവശ്യപ്പെട്ടുവെന്നതും ഇന്ത്യൻ സൈന്യത്തിനുമേൽ ആധിപത്യം നേടിയെന്നതും പാകിസ്ഥാന്റെ അവകാശവാദവും പതിവ് പോലെ വ്യാജ പ്രചാരണവും മാത്രമാണ്. പാക് DGMOയാണ് ചർച്ചയ്ക്ക് വന്നതെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച മെയ് 10 വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നൂർഖാൻ അടക്കം 11 വ്യോമസേനാ താവളങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട പാകിസ്ഥാന്റെ 600-ലധികം ഡ്രോണുകളാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. ഇന്ത്യൻ സംവിധാനങ്ങളെ മറികടന്നത് വിരലിലെണ്ണാവുന്നത് മാത്രം. ഉധംപൂർ, പട്ടാൻകോട്ട് വ്യോമസേനാ താവളങ്ങൾക്ക് ചെറിയ കേടുപാട് സംഭവിച്ചു എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചതുമാണ്. അതിനിടെ 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അട്ടാരി ചെക്ക് പോസ്റ്റ് തുറന്നു. ഇതോടെ അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ലോറികൾ ചരക്കുമായി ഇന്ത്യയിൽ പ്രവേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് അതിർത്തി തുറന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷമാണ് പാകിസ്ഥാനിലേക്ക് സന്ദേശം പോയതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. നേരത്തെ രാഹുൽ ഗാന്ധി ജയശങ്കറിന്റെ പ്രസംഗം എക്സ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നടപടിയെ വിമർശിച്ചിരുന്നു. മുൻകൂറായി പാകിസ്ഥാനെ വിവരം അറിയിക്കാൻ ആരാണ് അനുമതി നൽകിയതെന്നായിരുന്നു രാഹുലിന്റെ പ്രധാന ചോദ്യം. വീഡിയോയിൽ ജയശങ്കർ തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. എത്ര വിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയണമെന്നും രാഹുൽ എക്സ് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായാണ് MEA ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യമിടുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനെതിരെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. താങ്ധർ സെക്ടറിലെ LOCയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ അദ്ദേഹം സന്ദർശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ സൈന്യത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. രാജ്യം വീരന്മാരുടെ സുരക്ഷിതമായ കൈകളിലാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കശ്മീർ വിഷയത്തിൽ സമഗ്രമായ ചർച്ചകൾ നടത്തിയെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ. ആവശ്യപ്പെട്ടാൽ തുർക്കി ഇക്കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാണ്. അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടെ മനുഷ്യാവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരത്തിനായി ശ്രമിക്കുമെന്നും എർദോഗൻ പറഞ്ഞു. കശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന നിലപാടിന് വിരുദ്ധമായാണ് പാകിസ്ഥാനും തുർക്കിയും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.